ഡിസാസ്റ്റർ മാനേജ്മെന്റ് MCN 301 പാർട്ട് 1 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ സിലബസ്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, 4 ആൻഡ് 5. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 ആണ്. അതിനകത്ത് സിസ്റ്റംസ് ഓഫ് എർത്ത്, അതായത് നമ്മുടെ 4 സ്പിയറിനെ പറ്റി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലിതോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ. പാർട്ട് 1 നമ്മളിപ്പോൾ ലിതോസ്ഫിയറിനെ പറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. സോ ആദ്യമേ എന്താണ് ഡിസാസ്റ്റർ? It can be broadly categorized into natural and man-made disaster. അതായത് നമ്മുടെ ഡിസാസ്റ്റർ രണ്ട് ടൈപ്സ് ഓഫ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? നാച്ചുറലും മാൻമെയ്ഡും. ആസ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? എർത്ത്, ഫ്ലഡ്, വൈൽഡ് ഫയർ. മാൻമെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയൽ, അതായത് നമ്മൾ മനുഷ്യരുണ്ടാക്കുന്നത്, കെമിക്കൽ സ്പിൽസ്, ടെററിസ്റ്റ് അറ്റാക്ക്, ഇതൊക്കെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ കൺസർവേഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഡ്യൂറിങ് നാച്ചുറൽ ഓർ ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. അതായത് ഇപ്പം ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റർ ആയിക്കോട്ടെ, നാച്ചുറൽ ഡിസാസ്റ്റർ ആയിക്കോട്ടെ, നമ്മുടെ പ്രോപ്പർട്ടീസിന് ഡാമേജസ് ഉണ്ടാകാം, കുറെ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. സോ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് മൾട്ടി ലെയർഡ് ആൻഡ് ആർ പ്ലാൻ ടു അഡ്രസ് ഇഷ്യൂസ് സച്ച് ആസ് ഫ്ലഡ്, ഹ്യൂറിക്കെയിൻസ്, ഫയേഴ്സ്, മാസ് ഫെയിലിയർ ഓഫ് യൂട്ടിലിറ്റീസ്. അതായത് ഇപ്പം എന്താ പറയാ, നമ്മുടെ വെതർ ഫോർകാസ്റ്റേഴ്സ് പറയും, ലൈക്ക് അവര് നേരത്തെ പറയും ഫ്ലഡ് ആണെങ്കിൽ ഫ്ലഡ് വരാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ കരുതി ഇരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് നമ്മൾ പറയാം. ഇനി എർത്തിന്റെ സ്പിയേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിതോസ്ഫിയർ. ഈ ഓരോ സ്പിയേഴ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ലിതോസ്ഫിയർ മാത്രം. ആൻഡ് സോ ലിതോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എർത്തിന്റെ അകത്തുള്ള സംഭവത്തെ പറ്റിയാണ് പറയാം. ഹൈഡ്രോസ്ഫിയർ എന്ന് വെച്ചാൽ വാട്ടർ ബോഡീസ് ആണ്. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ, ക്ലൗഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ബയോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ് ഒക്കെ ഉള്ള ഇടമാണ് ബയോസ്ഫിയർ എന്ന് പറയാം. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ലിതോസ്ഫിയർ? ലിതോസ്ഫിയറിനെ പറ്റി അറിയണമെങ്കിൽ ആദ്യമേ എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, അതായത് എർത്തിന് 4 കോൺസെൻട്രിക് ലെയേഴ്സ് ആണ് ഉള്ളത്, അതിനെപ്പറ്റി നോക്കണം. സോ ദാ ഇവിടെ കാണിച്ചേക്കുന്ന കണക്ക് ഫസ്റ്റ് ഇന്നർ കോർ, ദെൻ ഔട്ടർ കോർ, ദെൻ മാന്റൽ ആൻഡ് ദെൻ ക്രസ്റ്റ്. ഇതാണ് 4 ലെയേഴ്സ് ഓഫ്, അല്ലെങ്കിൽ 4 കോൺസെൻട്രിക് ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇന്നർ കോർ എന്ന് പറയുന്ന ഒരു സോളിഡ് അയൺ ആണ്. അതിന്റെ റേഡിയസ് വരുന്നത് 1216 ആണ്. ഓക്കെ. ഔട്ടർ കോർ എന്ന് പറഞ്ഞാൽ മോൾട്ടൻ അയൺ ആൻഡ് നിക്കൽ ആണ്. മാന്റൽ സോളിഡ് റോക്ക് ആണ്. ക്രസ്റ്റ് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ലിതോസ്ഫിയറിനെ പറ്റി അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല, ബട്ട് ചോദിച്ചെങ്കിൽ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ. ജസ്റ്റ് ഓവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയില്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ഓർത്തിരിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി ലിതോസ്ഫിയർ എന്താണ്? ലിതോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രസ്റ്റ് പ്ലസ് അപ്പർ സോളിഡ് മാന്റൽ ആണ്. ഓക്കെ, ഹാർഡ് ആണ്, ബ്രിട്ടിൽ ആണ്. ഇത് അറ്റ്മോസ്ഫിയർ ആയിട്ടും ഹൈഡ്രോസ്ഫിയർ ആയിട്ടും ബയോസ്ഫിയർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. എന്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പീഡോസ്ഫിയർ ഫോം ചെയ്യാൻ വേണ്ടി. അതൊരു സോയിൽ ലെയർ ആണ്, അതായത് ഈ ഒരു ഭാഗമായിട്ട് വരും. ഇതെന്താണ്? ഹൈഡ്രോസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ബയോസ്ഫിയറുമായിട്ടും ഉണ്ട്, ആൻഡ് ഓൾസോ വിത്ത് ദ അറ്റ്മോസ്ഫിയർ. ഇനി വേറൊരു സ്പിയർ നമ്മളിതാ ഇവിടെ പറയാൻ വിട്ടുപോയി, അതാണ് എസ്തെനോസ്ഫിയർ. അതെന്ന് പറയുന്നത് എന്താ? നമ്മുടെ എർത്തിന്റെ അപ്പർ മാന്റൽ ലെയർ ആണ് അത്. ഓക്കെ, അതായത് സെമി മോൾട്ടൻ ആണ്. അത് അത്രയും സീനില്ല, ജസ്റ്റ് പറഞ്ഞിരുന്നാൽ മതി. ലിതോസ്ഫിയറിന് ബിനീതായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ടൈപ്സ് ഓഫ് ലിതോസ്ഫിയർ എന്ന് പറയുന്നത് ഓഷ്യനിക് ആൻഡ് കോണ്ടിനെന്റൽ ആണ്. ഓഷ്യനിക് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഓഫ് ബസാൾട്ട് ആണ്, കോണ്ടിനെന്റൽ തിക്ക് ആണ്. അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നാണ്. ഇതിനെ നമുക്ക് ലിതോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്നും പറയാം. ഇത് ഇറഗുലർലി ഷേപ്ഡ് സ്ലാബ് ഓഫ് എ സോളിഡ് റോക്ക് ആണ്. ഒരു സോളിഡ് റോക്കിന്റെ ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ലാബ് ആണ് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ് മെയ്ഡ് ചെയ്തേക്കുന്നത്
നമ്മൾ ആ 2 ടൈപ്പ് ഓഫ് ലിതോസ്ഫിയർ പറഞ്ഞല്ലോ, ഓഷ്യനിക് ആൻഡ് കോണ്ടിനെന്റൽ. ഇത് രണ്ടും വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. എർത്തിന് 7 മേജർ പ്ലേറ്റ്സ് ആണ് ഉള്ളത്. 7 മേജർ പ്ലേറ്റ്സ് ഏതൊക്കെയാ? ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, യുറേഷ്യ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് പസഫിക്. മൈനർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് അറേബിയൻ, നാസ്ക, കരീബിയൻ, ഫിലിപ്പീൻസ്, എഡ്രിയ എക്സെട്ര. പ്ലേറ്റ്സ് എന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു 2 ടൈപ്സ് ഓഫ് ലിതോസ്ഫിയർ വെച്ചിട്ടാണ് ഈ ഒരു പ്ലേറ്റ്സ് മെയ്ഡ് ചെയ്യുന്നത്. ആൻഡ് ദേ ഫ്ലോട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ എസ്തെനോസ്ഫിയർ, അതായത് നേരത്തെ പറഞ്ഞ എസ്തെനോസ്ഫിയറിന്റെ മണ്ടയിലായിരിക്കും ഇത് ഫ്ലോട്ട് ചെയ്യുകയും മൂവ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി പ്ലേറ്റ്സിന് അതിന്റെ ഷേപ്പും ബൗണ്ടറീസും ഒക്കെ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 3 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ഉണ്ട്. ഈ പ്ലേറ്റിന് 3 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ആണ് ഉള്ളത്. ഡൈവേർജന്റ്, കൺവേർജന്റ്, ട്രാൻസ്ഫോം. ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന കണക്ക്. ഡൈവേർജന്റ് എന്ന് വെച്ചാൽ പ്ലേറ്റ്സ് മൂവ് അപ്പാർട്ട്. ഈ രണ്ടാമത്തെ പടമാണ് ഡൈവേർജന്റ് എന്ന് പറയുന്നത്. രണ്ടും 2 ദിക്കിലേക്ക് പോകും. ഓക്കെ, ഒരേ ലെവലിലാണ് നിൽക്കുന്നത്, പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. കൺവേർജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തേക്ക് മൂവ് ചെയ്യും, മൂവ് ടുവേർഡ്സ്, അതാണ് കൺവേർജന്റ്. ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് ദേ സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. രണ്ടും 2 ദിക്ക്, എന്താ പറയാ, ഓപ്പോസിറ്റ് സൈഡിലേക്കല്ല, 2 ദിക്കിലേക്ക് മാറി. ഇതിപ്പോ 2 പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മൂവ്മെന്റ് കണ്ടോ, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും പോകും. ഓക്കെ, ഒരേ ലെവലിലല്ല, 2 ലെവലിലായിട്ട് പിരിഞ്ഞു പോകും. സോ ഇതാണ് ടെക്ടോണിക് പ്ലേറ്റ്. ഇനിയാണ് കോമ്പോസിഷൻ ഓഫ് ദ ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ലിതോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ലിതോസ്ഫിയർ എന്ന് പറയുന്നത് റോക്ക്, മിനറൽസ്, സോയിൽ, ഇതിന്റെയൊക്കെ ഒരു കോമ്പോസിഷൻ ആണ് ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ഓരോന്നിനെ പറ്റി പഠിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ്, എന്താണ് മിനറൽസ്, എന്താണ് സോയിൽ, അതിനെ പറ്റിയൊക്കെ പഠിക്കാം. ഇനി ഓൾസോ ഈ ഒരു 3 സാധനം ഉണ്ട്. ആൻഡ് ഈ ലിതോസ്ഫിയറിനകത്ത് 100 കെമിക്കൽ എലമെന്റ്സ്, ഓവർ ദാൻ 100 കെമിക്കൽ എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതില് മേജർ എലമെന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം ആണ്. നേറ്റീവ് എലമെന്റ്സ് എന്ന് വെച്ചാൽ കോപ്പർ, ഗോൾഡ്, ലെഡ്, മെർക്യൂറി, നിക്കൽ, പ്ലാറ്റിനം. ഓക്കെ, ഇനി മിനറൽസ്. എന്താണ് മിനറൽസ്? ഈ 3 എണ്ണത്തിൽ മിനറൽസ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഇൻഓർഗാനിക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് വിത്ത് ഡെഫിനറ്റ് കെമിക്കൽ കമ്പോസിഷൻ. അതായത് ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്തൊക്കെ ഡെഫിനറ്റ് ആയിട്ടുള്ള കെമിക്കൽ കമ്പോസിഷൻ ഉള്ള നാച്ചുറലി ഉണ്ടാവുന്ന ഇൻഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് മിനറൽസ് എന്ന് പറയുന്നത്. ചില മിനറൽസിനകത്ത് സിംഗിൾ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്തൊക്കെയാ പറയാ? ഡയമണ്ടും ഗ്രാഫൈറ്റും. ഇത് രണ്ടും മെയ്ഡ് ഓഫ് കാർബൺ ആണ്. ഇനി ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സും അതിന്റെ പെർസെന്റേജും ആണ് തന്നിരിക്കുന്നത്. അടുത്തത് റോക്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിതോസ്ഫിയർ എന്തൊക്കെയാ വെച്ച് ഉണ്ടാക്കുന്ന? റോക്സ്, മിനറൽസ് ആൻഡ് സോയിൽ. സോ ഇതില് റോക്സ്, നമ്മൾ മിനറൽസ് നോക്കി, ഇപ്പൊ റോക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇതും എന്താണ്? നാച്ചുറലി ഒക്കറിംഗ് ആണ്, ഹാർഡ് ആയിരിക്കും, ഇൻഓർഗാനിക് മെറ്റീരിയൽ തന്നെയാണ്. 1 or more മിനറൽസ് കൊണ്ടാണ് റോക്ക് ഉണ്ടാവുന്നത്. ചില റോക്ക്, അതായത് കോളും ലൈംസ്റ്റോൺ പോലുള്ള റോക്കുകൾ പ്ലാന്റും ആനിമൽ റിമെയിൻസിൽ നിന്നാണ് ഉണ്ടാകുക. ഇനി ടൈപ്സ് ഓഫ് റോക്ക് നോക്കാം. ഇഗ്നീഷ്യസ് റോക്ക്, ഫോംഡ് ഫ്രം കൂൾഡ് മാഗ്മ ഓർ ലാവ. ഇതാണ് ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വോൾക്കാനോ ഉണ്ടായി കഴിയുമ്പോൾ എർത്തിന്റെ അകത്ത് കുറച്ച് ഭാഗവും കാണും, എർത്തിന്റെ സർഫസിലും കുറച്ച് ഭാഗം കാണും. സർഫസിലുള്ള സാധനമാണ് ലാവ എന്ന് പറയുന്നത്. എർത്തിന്റെ ഇൻസൈഡിലുള്ള ആ ഒരു സംഭവം. ഇപ്പൊ വോൾക്കാനോ ഉണ്ടായി എല്ലാം ഫുൾ മൊത്തത്തിൽ പുറത്ത് വരുമല്ലോ, കുറച്ചകത്തും ഉണ്ടാവും. സോ ആ ഇൻസൈഡ് എർത്തിന്റെ ആ പാർട്ടിനാണ് മാഗ്മ എന്ന് പറയാ. സോ ഇത് ഇങ്ങനെ പുറത്ത് വന്ന് സർഫസിലുള്ളതും അകത്തുള്ളതും ഇങ്ങനെ തണുത്ത് കൂൾഡ് ആയി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടാകുന്ന റോക്കുകളെയാണ് ഇഗ്നീഷ്യസ് റോക്ക് എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സെഡിമെന്ററി റോക്സ് ആണ്. ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന കണക്ക് ഇതാണ് സെഡിമെന്ററി റോക്ക്. ഫോംഡ് ഫ്രം കംപ്രസ്ഡ് സെഡിമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ തോടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. തോടില് വെള്ളത്തിന്റെ പ്രഷർ കാരണം അതിന്റെ അടിയിലുള്ള കല്ലുകൾ ഈ വെള്ളത്തിന്റെ പ്രഷർ കാരണം സോഫ്റ്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇത് സോഫ്റ്റ് ആയിട്ട് ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ആവും. അപ്പൊ ഷേപ്പ് ചേഞ്ച് ആയി ഇത് കംപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ
ഉള്ള റോക്സ് എല്ലാം കൂടെ കൂടുന്നത് തന്നെയാണ്. ഐ മീൻ ആ ഒരു സെഡിമെന്റ്സ് ഒക്കെ കൂടുന്ന അതിന്റെ കംപ്രസ്ഡ് ഫോം ആണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം കല്ലിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറുന്നു. അതിനെയാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയാം. അടുത്തതായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് മെറ്റാമോർഫിക് റോക്ക് ആണ്. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് റോക്കിൽ തന്നെ ഹീറ്റ്, ചൂടോ പ്രഷറോ കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഉണ്ടാകുന്ന കല്ലുകളിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഈ പറയുന്ന സെഡിമെന്ററി ആയിക്കോട്ടെ, ഇഗ്നീഷ്യസ് റോക്ക് ആയിക്കോട്ടെ, ഇഗ്നീഷ്യസും സെഡിമെന്ററിയിലും തന്നെ അതിൽ തന്നെ പിന്നെയും വോൾക്കാനോ ഉണ്ടായി വരുന്നതും അതും എന്താണ്, ഒരു മെറ്റാമോർഫിക് റോക്ക് ആണ്. കാരണം ചൂടും പ്രഷറും കാരണമല്ലേ വോൾക്കാനോ ഉണ്ടാവുക. സോ ഇനി ഓരോന്നിനെ പറ്റിയാണ് പറയുന്നത്. സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഫോംഡ് ബൈ കൂളിംഗ് ആൻഡ് സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മ. മാഗ്മ എന്ന് വെച്ചാൽ ഇൻസൈഡ് എർത്ത്, ലാവ എന്ന് വെച്ചാൽ ഓൺ സർഫേസ് ആണ്. മെയ്ഡ് ഓഫ് പ്രൈമറി മിനറൽ, അതായത് ഇഗ്നീഷ്യസ് റോക്ക് മെയിൻലി ഇതിനകത്തുള്ള മിനറൽ എന്ന് പറയുന്നത് സിലിക്കേറ്റ്സ് ആണ്. സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഡെപ്പോസിഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് സെഡിമെന്റ്സ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ് ആൻഡ് ആനിമൽ റിമെയിൻസ്. ആനിമൽ റിമെയിൻസും പ്ലാന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റോക്ക്, അത് അങ്ങനെ ഉണ്ടാകുന്ന റോക്കുകളാണ് സെഡിമെന്ററി റോക്ക്. ഡെപ്പോസിഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് സെഡിമെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം. കണ്ടെയ്ൻ പ്രൈമറി മിനറൽസ്, അതായത് ക്വാർട്സ് ആൻഡ് മൈക്ക. സെക്കൻഡറി മിനറൽ ക്ലേ ആൻഡ് ജിപ്സം. ഇത് ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഇഗ്നീഷ്യസ് റോക്ക് സിലിക്കേറ്റ് കൊണ്ടാണ് മറ്റേനകത്തെ മിനറൽസ്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് മെറ്റാമോർഫിക് റോക്ക്, തെർമൽ റോക്സ് എന്നും നമ്മൾ വിളിക്കും. എക്സിസ്റ്റിംഗ് റോക്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതായത് ഇഗ്നീഷ്യസ് സെഡിമെന്ററി ചേഞ്ച് ബൈ ഹീറ്റ് ആൻഡ് പ്രഷർ. മാഗ്മ ഇൻട്രൂഷൻ ക്യാൻ കോസ് മെറ്റാമോർഫിസം, അതായത് വോൾക്കാനോ, അത് തന്നെ. ഓൾ റോക്ക് types can undergo this process. ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആയിക്കോട്ടെ ഈ ഒരു പ്രോസസ്സിന് വിധേയമാകാം. അടുത്തത് നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്താണ് സോയിൽ എന്നാണ്. സോയിൽ എന്ന് പറയുന്നത് ഒരു തിൻ സർഫേസ് ലെയർ ആണ് എർത്തിന്റെ, ഫോംഡ് ബൈ വെതറിംഗ് ഓഫ് റോക്സ് ആൻഡ് ഓർഗാനിക് മാറ്റർ ഡികമ്പോസിഷൻ. ഓർഗാനിക് മാറ്റർ ഡികമ്പോസിഷനും കല്ലുകളും ഒക്കെ കൂടി എർത്തിന്റെ മണ്ടയിലുള്ള ഒരു തിൻ സർഫേസ് ലെയർ ആണ് സോയിൽ എന്ന് പറയുന്നത്. സോയിൽ എന്ന് വെച്ചാൽ എന്താ, മണ്ണ്. ഇറ്റ് ഫോംസ് സ്ലോലി ആൻഡ് ഈസ് ഡൈനാമിക്, കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് പാർട്ട് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ അത് ക്രസ്റ്റ്, അപ്പൊ ലൈക്ക് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് പാർട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ നമ്മുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇത് ഒലിച്ചു പോവാം. സോ ഓൾവേസ് ഇത് കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഡൈനാമിക് ആണ്, പയ്യാണ്, ഇറ്റ് ഫോംസ് സ്ലോലി. ഇനി സോയിലിന്റെ ഫങ്ഷൻസ് നോക്കാം. സപ്പോർട്ട്സ് പ്ലാന്റ് റൂട്ട്സ്, പ്ലാന്റ് റൂട്ട്സിനെ സപ്പോർട്ട് ചെയ്യും. വാട്ടറിനെ ഹോൾഡ് ചെയ്യും ഡ്യൂ ടു പൊറോസിറ്റി. പ്രൊവൈഡ്സ് ന്യൂട്രിയന്റ് ആൻഡ് pH ഫോർ ഓർഗാനിസം. പിന്നെ പ്രിവെന്റ്സ് ന്യൂട്രിയന്റ് ലോസ് ത്രൂ ലീച്ചിങ്. എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മണ്ണില് നല്ല മഴ പെയ്യുന്ന ടൈമില് ഇതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ ഇങ്ങനെ കുത്തി ഒലിച്ചു പോകാൻ പോകും. സോ ആ ഒരു ടൈമിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കും, വളം ഇട്ട് കൊടുക്കുന്ന ടൈമിൽ അവിടുത്തെ മണ്ണിന് നമ്മളായിട്ട് കുറച്ച് ന്യൂട്രിയന്റ് ഇട്ട് കൊടുക്കണം. അവിടുത്തെ മൊത്തം ന്യൂട്രിയന്റും പോയി ചെടി അവിടെ നശിക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ വളം ഇട്ട് കൊടുക്കും. ആൻഡ് ആ ഒരു ന്യൂട്രിയന്റ് വെച്ച് അത് പിന്നെയും ആ ഒരു മരത്തിന് ഇങ്ങനെ പിടിച്ചു നിർത്തി അതിന് ആവശ്യമായ ന്യൂട്രിയൻസും കൂടെ കൊടുക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഹോസ്റ്റ് മൈക്രോ ഓർഗാനിസം that help in decomposition and nutrient cycle. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് സോയിൽ എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ പേരെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. വോൾക്കാനിക് ആഷ്, ഗ്രാനൈറ്റ്, ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ ആൻഡ് ബസാൾട്ട്. വോൾക്കാനിക് ആഷിന്റെ എല്ലാത്തിന്റെ ഒരു ഷോർട്ട് ഡെഫിനിഷൻ ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. വോൾക്കാനിക് ആഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ഗ്രെയിൻഡ് ആണ്, ഗ്രാനൈറ്റ് കോഴ്സ് ഗ്രെയിൻഡ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ആന്റിസോൾസ് ഫോം ചെയ്യും. തന്നെയല്ല എക്സ്റ്റിൻറ്റ് ഓർ ആക്റ്റീവ് വോൾക്കാനോസിന്റെ അടുത്തായിരിക്കും ഈ ഒരു വോൾക്കാനിക് ആഷ് കാണാം. സോ ഇതൊക്കെ ഓർത്തിരിക്കാം. കാരണം വോൾക്കാനിക് ആഷ് എന്ന് വെച്ചാൽ എക്സ്റ്റിൻറ്റോ ആക്റ്റീവോ ആയിട്ടുള്ള വോൾക്കാനോസിന്റെ അടുത്തായിരിക്കും ഈ വോൾക്കാനിക് ആഷ് കാണുക. പിന്നെ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആയിരിക്കും, ഓർഗാനിക് മാറ്റേഴ്സ് ആണ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് സോയിൽസ് ആർ സാൻഡി, ലോ ഇൻ ന്യൂട്രിയൻസ് കുറവാണ്, ആസിഡിക് ആണ്, പ്രോൺ ടു ഇറോഷൻ ആണ്. ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്ക്
എന്തൊക്കെയാ സോയിൽസ് എന്ന് പറഞ്ഞാൽ ക്ലേ സോയിൽസ് ആയിരിക്കും. അതിന് എന്തൊക്കെ ഫോം ചെയ്യാം? ക്ലേ ലോംസ് ആൻഡ് സാൻഡി ലോംസ്. സാൻഡ്സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്ക് സൈസ്ഡ് ക്വാർട്സ് ആണ്. മേ കണ്ടെയ്ൻ ഫെൽസ്പാർ, മൈക്ക, അയൺ എക്സെട്ര. ഇത് അസിഡിക് ആണ്. പിന്നെ ബസാൾട്ട് എന്ന് പറയുന്നത് ഫൈൻ ടെക്സ്ചേർഡ് ആണ്. അയൺ കാൽഷ്യം ഒക്കെ ഉണ്ടാവും. റിച്ച് ഇൻ അയൺ ആൻഡ് കാൽഷ്യം ആണ്. പിന്നെ പ്രൊഡ്യൂസസ് ഫെർട്ടൈൽ ഡാർക്ക് സോയിൽസ് ലൈക്ക് ബ്ലാക്ക് കോട്ടൺ സോയിൽ. അത് ബ്ലാക്ക് കോട്ടൺ സോയിൽ ഒക്കെയാണ് എന്ത് ബസാൾട്ട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഉടനെ പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡു സബ്സ്ക്രൈബ്.